തെരഞ്ഞെടുപ്പ് ഗോതയിൽ വലിയ ആവേശം പ്രകടമാകുന്ന ദിവസങ്ങളിലൂടെയാണ് കേരളം കടന്നുപോകുന്നത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാടും തൃശൂരും വൻ ജനമുന്നേറ്റം സൃഷ്ടിച്ച് മടങ്ങിയതിന് പിന്നാലെ അതിലും വലിയ രാഷ്ട്രീയ പ്രഹരശേഷിയുള്ള വാക്കുകളുമായി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൽ തമ്പടിച്ചിരിക്കുകയാണ്. കണ്ണൂരിലെയും പുതുപ്പള്ളിയിലെയും ജനസാഗരങ്ങളെ സാക്ഷി നിർത്തി രാഹുൽ നടത്തിയ പ്രസംഗങ്ങൾ വെറുമൊരു തെരഞ്ഞെടുപ്പ് പ്രചരണം മാത്രമല്ല, മറിച്ച് കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണെന്നത് വ്യക്തം. മുഖ്യമന്ത്രി പിണറായി വിജയനെ നിയന്ത്രിക്കുന്നത് കേന്ദ്രത്തിലെ മോദി സർക്കാരാണെന്ന് ആവർത്തിച്ച രാഹുൽ സ്വർണം കട്ടവൻ ആരപ്പ എന്ന പരിഹാസ ഗാനത്തിലൂടെ ഇടതുകോട്ടകളെ പ്രകമ്പനം കൊള്ളിച്ചു. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനേക്കാൾ ഗൗരവത്തോടെ കാണുന്നത് പുതുപ്പള്ളിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ആ വിപ്ലവകരമായ പ്രഖ്യാപനമാണ്. കേരളത്തിന് എന്തുകൊണ്ട് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിക്കൂടാ എന്നതായിരുന്നു ആ പ്രഖ്യാപനം എന്നതിനേക്കാളും ഉപരി ഒരുപക്ഷെ രാഹുലിന്റെ സ്വപ്നം എന്ന് പറയുന്നതാകും കൂടുതൽ ഉചിതം. ജനകീയനായ ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ ഇരമ്പുന്ന പുതുപ്പള്ളിയിലെ മണ്ണിൽ നിന്ന് രാഹുൽ തൊടുത്തുവിട്ട ഈ ചോദ്യം കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയൊരു ചർച്ചാ വിഷയത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. കേരളത്തിന്റെ അടിത്തറ സ്ത്രീകളാണെന്നും ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ അവർക്ക് സവിശേഷമായ കഴിവുണ്ടെന്നുമുള്ള രാഹുലിന്റെ വാക്കുകൾ വെറുമൊരു പ്രസംഗമല്ല, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നയപരമായ മാറ്റത്തിന്റെ സൂചനയാണിതെന്ന് രാഷ്ട്രീയ ലോകം വിലയിരുത്തുന്നു. താൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ വേദിയുടെ മുൻനിരയിലിരിക്കുന്ന പുരുഷ നേതാക്കൾ കാര്യമായി പ്രതികരിച്ചില്ലെന്നും, എന്നാൽ സദസ്സിലെ സ്ത്രീ ജനങ്ങൾ ആവേശത്തോടെയാണ് അത് ഏറ്റെടുത്തതെന്നും രാഹുൽ പ്രസംഗത്തിനിടെ ചെറുചിരിയോടെ ചൂണ്ടിക്കാട്ടി. സത്യത്തിൽ ഇത് കേരളത്തിലെ ഓരോ സ്ത്രീ വോട്ടറുടെ മനസ്സിലേക്ക് കോൺഗ്രസ് എറിയുന്ന വലിയൊരു സ്വപ്നം കൂടിയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ച് സ്ത്രീ സുരക്ഷയുടെ പേരിൽ കോൺഗ്രസിനെയും മാങ്കൂട്ടത്തിനെയും കടന്നാക്രമിച്ചുള്ള മോദിക്കുള്ള പരോക്ഷമായ മറുപടിയായും ഈ വനിതാ മുഖ്യമന്ത്രി പ്രയോഗത്തെ കാണുന്നവരുമുണ്ട്. എന്തായാലും CPM-നെ പ്രതിരോധത്തിലാക്കാനുള്ള രാഹുലിന്റെ ഈ തന്ത്രം എത്രത്തോളം ഫലിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. രാഹുലിന്റെ ഈ വനിതാ മുഖ്യമന്ത്രി കാർഡ് കൃത്യമായ രാഷ്ട്രീയ തന്ത്രം തന്നെയാണ്. പ്രത്യേകിച്ചും ഇടതുപക്ഷ ക്യാമ്പുകളിൽ ഇത് വലിയ അസ്വസ്ഥതയുണ്ടാക്കുമെന്ന് അദ്ദേഹം കണക്ക് കൂട്ടുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ വാദോരാതെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു വനിതയെ മുഖ്യമന്ത്രി കസേരയിലെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, അവർ അതിന് തയ്യാറായിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കേരളം മുഴുവൻ ആഗ്രഹിച്ച പേരായിരുന്നു KK ശൈലജയുടേത്. കോവിഡ് കാലത്ത് ലോകമെമ്പാടും പ്രശംസ പിടിച്ചുപറ്റി ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയാക്കണമെന്നോ അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം മന്ത്രിസഭയിലെങ്കിലും നിലനിർത്തണമെന്നോ ആഗ്രഹിച്ച ഒരു വലിയ വിഭാഗം ഇടതണികളുമുണ്ട്. ആ വികാരത്തെ തൊട്ടുണർത്തുന്നതാണ് രാഹുൽ ചെയ്തത്. KR ഗൗരിയമ്മയെ കേരനാടിന് ഗൗരിയമ്മ എന്ന മുദ്രാവാക്യം വിളിച്ച് വോട്ട് പിടിച്ച ശേഷം പാർട്ടിക്കുള്ളിൽ ഒതുക്കിയ ചരിത്രവും രാഹുൽ പരോക്ഷമായി ജനങ്ങളെ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രഖ്യാപനം UDF ക്യാമ്പിലെ വനിതാ നേതാക്കൾക്കിടയിൽ വൻ ആവേശമാണ് ഉണ്ടാക്കിയത്. കൊല്ലത്തെ കരുത്തുറ്റ പോരാളി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയും തൃക്കാക്കരയിലെ ജനപ്രിയ MLA ഉമാ തോമസും രാഹുലിന്റെ വാക്കുകളെ വലിയൊരു മാറ്റത്തിന് തുടക്കമായാണ് കാണുന്നത്. ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള അതികായരായ വനിതാ നേതാക്കളെ വാർത്തെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അർഹതയുള്ളവർക്ക് അർഹമായ സ്ഥാനം നൽകുന്നതിൽ കോൺഗ്രസ് പിന്നോട്ടില്ലെന്നും ഇവർ ഉറപ്പിച്ചു പറയുന്നു. ഒരു വനിതാ ജില്ലാ സെക്രട്ടറിയെ പോലും നിയമിക്കാൻ താല്പര്യമില്ലാത്ത CPM ഇത്തരം വിപ്ലവകരമായ മാറ്റങ്ങളെ എന്തും ഭയപ്പെടുന്നുവെന്നാണ് ബിന്ദു കൃഷ്ണയുടെ പരിഹാസം. എന്നിരുന്നാലും ഈ കാര്യത്തിൽ കോൺഗ്രസിന് മുന്നിലെ വെല്ലുവിളികൾ ഈ ആവേശത്തിനിടയിൽ വിസ്മരിക്കാൻ കഴിയില്ല. കാരണം പ്രസംഗങ്ങളിൽ വനിതാ ശാക്തീകരണം മുഴങ്ങുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തവണയും സ്ത്രീകൾക്ക് അർഹമായ പരിഗണന ലഭിച്ചോ എന്ന ചോദ്യവും പ്രസക്തമാണ്. 95 സീറ്റുകൾ മത്സരിക്കുന്ന കോൺഗ്രസ് ഇത്തവണ 9 വനിതകളെ മാത്രമാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ പലരും സംവരണ മണ്ഡലങ്ങൾ ആണെന്നുള്ളതും ഒരു പോരായ്മയായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഇതിനെ മറികടക്കാൻ കോൺഗ്രസ് ഉയർത്തുന്ന പേര് പ്രിയങ്ക ഗാന്ധിയുടേതാണ്. വയനാട്ടിൽ നിന്നും പാർലമെന്റിലേക്ക് എത്തിയ പ്രിയങ്കയ്ക്ക് കേരളത്തോടുള്ള വൈകാരിക ബന്ധം വോട്ടാക്കി മാറ്റാനാണ് UDF ശ്രമിക്കുന്നത്. മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാനുള്ള ഒരു നീക്കം അണിയറയിൽ നടക്കുന്നുണ്ടോ എന്ന ചർച്ച സോഷ്യൽ മീഡിയയിലും ഇതിനോടകം തന്നെ സജീവമായി കഴിഞ്ഞു. ഇത്തവണ കോൺഗ്രസ് ടിക്കറ്റിൽ ജനവിധി തേടുന്ന വനിതാ സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും മികച്ച പോരാട്ടവീര്യമുള്ളവരാണ്. മാനന്തവാടിയിൽ ഉഷ വിജയൻ, ഏലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണൻ, കോങ്ങാട് നിന്നും KA തുളസി, തൃക്കാക്കരയിൽ സിറ്റിംഗ് MLA ആയിട്ടുള്ള ഉമാ തോമസ്, അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ, മാവേലിക്കരയിൽ നിന്ന് മുത്തര രാജ്, കൊട്ടാരക്കരയിൽ CPM വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ P ഐഷ പോറ്റി, കൊല്ലം മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, ചിറയൻകീഴ് രമ്യ ഹരിദാസ് എന്നിങ്ങനെ 9 പെൺപുലികളെയാണ് കോൺഗ്രസ് അങ്കത്തട്ടിൽ ഇറക്കിയിരിക്കുന്നത്. ഈ 9 പേരും ജയിച്ചു വരികയും കേരളത്തിൽ UDF ഭരണം പിടിക്കുകയും ചെയ്താൽ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ പ്രാവർത്തികമാക്കാൻ പാർട്ടി തയ്യാറാകുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. വനിതാ മുഖ്യമന്ത്രി എന്ന സ്വപ്നം കേരളത്തിലെ 51% വരുന്ന സ്ത്രീ വോട്ടർമാരുടെ മനസ്സിൽ ഇടം പിടിച്ചാൽ അത് ഇടതുപക്ഷത്തിന് വലിയൊരു ഭീഷണിയാകും. കുടുംബശ്രീയും അയൽക്കൂട്ടങ്ങളും വഴി സ്ത്രീകളെ എന്നും കൂടെ നിർത്തുന്ന ഇടതുപക്ഷത്തിന്
രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ഈ ലിംഗസമത്വത്തിന്റെ രാഷ്ട്രീയം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. പാലക്കാട് വെച്ച് സ്ത്രീ സുരക്ഷയുടെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിമർശനങ്ങൾക്ക് വനിതാ മുഖ്യമന്ത്രി എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് രാഹുൽ നൽകിയ മറുപടി അതിനേക്കാൾ മൂർച്ചയുള്ളതാണ്. ചുരുക്കത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വെറുമൊരു ഭരണമാറ്റത്തിനുള്ള പോരാട്ടമല്ല, മറിച്ച് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ നടക്കാത്ത ഒരു വലിയ മാറ്റത്തിനുള്ള തുടക്കമാകുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും കേരളത്തെ നയിക്കാൻ ഒരു വനിതാ മുഖ്യമന്ത്രിയെ മുന്നണികൾ രംഗത്തിറക്കുമോ എന്ന ചോദ്യം ഇതോടെ സജീവമായിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് വാദോര സംസാരിക്കാനുള്ള ഇടതുപക്ഷത്തിന് ഒരു വനിതയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം രാഹുൽ പരോക്ഷമായി കുത്തിനോവിച്ചു. കേരളത്തിലെ സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യം വെച്ചുള്ള കോൺഗ്രസിന്റെ ഈ നീക്കം ഇടതുകോട്ടകളിൽ വിള്ളലുണ്ടാക്കുമോ എന്ന ഭയത്തിലാണ് ഇതോടെ CPM നേതൃത്വം. എന്തായാലും രാഹുൽ ഗാന്ധി തുടങ്ങിവെച്ച ഈ ചർച്ച വരും ദിവസങ്ങളിൽ കേരളത്തിലെ തെരുവുകളിലും വലിയ വാദപ്രതിവാദങ്ങൾക്ക് വഴിമരുന്നിടും. UDF അധികാരം പിടിച്ചാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി കസേരയ്ക്കായി പുരുഷ നേതാക്കൾക്കിടയിൽ വടംവലി നടക്കാനിടയുള്ള സാഹചര്യത്തിൽ ഒരു വനിതയെ ആ സ്ഥാനത്തേക്ക് അവരോധിക്കുന്നത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുമോ എന്നും ചിലർ ചിന്തിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയോ അതോ കേരളത്തിലെ തന്നെ മറ്റൊരു വനിതാ നേതാവോ കേരളത്തെ നയിക്കുമോ? കേരളത്തിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്ന നേട്ടം ഏത് മുന്നണി സ്വന്തമാക്കും? ഈ ചോദ്യങ്ങൾക്ക് എന്തായാലും കാലം മറുപടി നൽകും. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വലിയ മാറ്റത്തിന്റെ കാഹളം മുഴക്കിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.